ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റവയും ഷുഗറും തേങ്ങയും വെച്ചിട്ടുള്ള സ്നാക്സ് റെസിപ്പിയായ റവ ലഡുവുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. റവ ലഡു ഉണ്ടാക്കാനായി ഞാനൊരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് റവയാണ്, 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഈ റവയുടെ കളർ മാറാൻ പാടില്ല, ചെറുതായി ഒന്ന് ചൂടായാൽ മതി. ചെറുതീയിൽ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തുടരെ ഇളക്കി കൊടുക്കാം. റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഒരു ചെറിയ തേങ്ങ ചിരകിയതാണ്, അത് നമുക്കിതിലേക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓണാക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ ഈ വെള്ളമൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. തേങ്ങ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പാണ്. ഒരു 1/4 കപ്പാണ്. രണ്ടും കൂടി 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരണം. ഈ റവ ലഡു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇഷ്ടത്തോടെ കഴിച്ചു കൊള്ളുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ റവ കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും റവയും കൂടി എല്ലാം കൂടി മിക്സായി വരുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് തുടരെ ഇളക്കി കൊടുക്കുക. പിന്നീട് ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള നട്ട്സാണ്, ഇത് ഫ്രൈ ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് തണിഞ്ഞ് ഉരുളകളാക്കി റവ ലഡു ആക്കി എടുത്ത് വെക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ വേഗം നമുക്കിതുപോലെ റവയുണ്ടെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ചില്ല് പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുത്ത് വെക്കണം. ഇതിവിടെ കുറച്ച് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, എന്നാലും ഉരുളകളാക്കി പിടിക്കുവാൻ കഴിയുന്നതാണ്. അത് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്ത് ഇതേപോലെ ഉരുളകളാക്കി എടുത്ത് വെക്കാം. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കണം. നമുക്ക് ഓടി എടുക്കാം. ഈ വലുപ്പത്തിൽ എടുത്താൽ മതി. നല്ല ടേസ്റ്റിയായ റവ ലഡു ഇവിടെ റെഡിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. റവ ലഡു ഇവിടെ റെഡിയാണ്. ഞാനെല്ലാം ഇത് ഉരുളകളാക്കി ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ചായക്കൊപ്പം, വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയായ റവ ലഡു ഇവിടെ റെഡിയാണ്. എന്നാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.